സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ആദ്യം മാപ്പോറുണ്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും, ഇറങ്ങി പോകുന്നു പറഞ്ഞു. ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം, ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ. നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. എന്തോ ആകലെ ഇത് വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ കാശ്മീർ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഞാൻ പറയുന്നത് വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം ചെയ്യേണ്ടതല്ല. നിന്റെ വാൽ എത്ര കൊല്ലം കുഴലിട്ടാലും നിവരാൻ പോണില്ല. പേരെടുത്ത് ഞാൻ പറയും ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്, അതിന് കുഴപ്പമുണ്ടോ? അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. കാര്യം പുള്ളി അന്നേരം പറയുന്നത് അതല്ല ഇവിടെ ചോദിച്ചു മറുപടി പറ. ഇതിനാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവല്ലേ കാശ്മീർ, അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല സാറേ, കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. ഒരു മനുഷ്യനെ സുരക്ഷിത കോട്ടകളല്ല, കോട്ട പൊളിക്കാനാണ് പ്ലാൻ എന്നൊക്കെ കാശ്മീർ. പിന്നെ ഒരു കള്ളനവൻ പെരിങ്കള്ളൻ എന്റെ കൈ കെട്ടില്ല. പല സാഹചര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവരെ നമ്മൾ ആവേശഭരിതരാക്കണം. അതിനുവേണ്ടി മാത്രമല്ല, സത്യത്തിൽ ഒരു തരം എന്റെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ടി നിൽക്കുക. ഞാൻ നാണക്കേട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ടി നിൽക്കുക. ഞാൻ നാണക്കേട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ വഴി കൂടെ പോകുന്ന ഏത് അലവലാതിക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാ തൃക്കാക്കര. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന മത്സരിച്ചിട്ട് 21,500 അത്ര മോശം ഓട്ടൊന്നും അല്ലല്ലോ. വരി കൊട്ടാരക്കര പോലും ഈ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എവിടുത്തെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എന്ത് കളിയാടാ ഇത്? നീ ആരെന്ത് വിചാരിച്ചാണ് കളിക്കുന്നത്? അഖിൽ മാരാർ പറയുകയാണ് 25,000 ബൈക്ക് വിറ്റു. അഖിൽ മാരാറുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 രൂപ കണക്കാൻ കാണിക്കാം. എന്റെ പൊന്നെ 10,000 ഈ ഹാഷ്മി ബാഹു എന്താ ഇത്? ബാധിക്കപ്പെട്ടവനെ എന്തിനാണ് ഭയപ്പെടുത്തുന്നത്? 5 ലക്ഷം തന്നോ? ഞാൻ 5 ലക്ഷം രൂപ അതുകൊണ്ടാണ് നിലപാട്, അത് പലപാടാണ്. സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽ മാരാരെ? എനിക്ക് അറിയത്തില്ല, അത്രേ ഉള്ളൂ. ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. നിങ്ങളുടെ പ്രശ്നം നിങ്ങളിത് എല്ലാം കാണത്തില്ലെന്നേ. ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവന്റെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബാക്കി ഇടുന്നത് കാണും, എന്റെ ബാക്കി ഡ്രസ് കാണും. നിങ്ങൾ ജട്ടി കണ്ടതാ ഓഡിയോയിൽ ജട്ടിയാ കാണുന്നത്. ഇങ്ങോട്ട് കിട്ടിയില്ലേ എനിക്ക് ആരും അറിയണ്ട.